അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അള്ളാഹിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കും. ഇതറിയാത്ത ആരാ ഉള്ളേ? ഇതിന് ഖുർആനും ഹദീസൊന്നും പഠിക്കണ്ട. ഇത് അറിയാത്ത ആരാ ഉള്ളേ? ഇന്ന് രാത്രി നീ വയല് കഴിഞ്ഞ് വീട്ടിൽ പോയി വെപ്രാളത്തിൽ ചാടി ബാത്റൂമിൽ എവിടെ കയറി തെറ്റിയടിച്ചു വീണു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആര് വേണമെങ്കിലും വീഴാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. തല പോയിട്ട് ഭിത്തിയിലടിച്ചു. മക്കള് പൊക്കിയെടുത്തുകൊണ്ട് നേരെ മംഗലാപുരത്ത് ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു നേരെ ഇന്ന് രാത്രി ഐസിയുവിനകത്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ AC ക്കകത്ത് കയറ്റി കിടത്തി. എന്നിട്ട് വാതിൽ തുറന്നിട്ട് പറഞ്ഞു ഇത്തിരി പ്രശ്നമാണ്, സീരിയസ് ആണ്, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാൻ, ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ രാവിലെ നിങ്ങളുടെ മകൻ പള്ളിയിലെ ഉസ്താദിന്റെ റൂമിന്റെ മുമ്പിൽ സുബഹിക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ഉസ്താദിന് തന്നെ അത്ഭുതം, ഇന്നുവരെ ഇവനെ കണ്ടിട്ടില്ല. ഇവ സുബഹിക്ക് പള്ളി വന്നിട്ട് എന്താ ഉസ്താദ് എന്തേ മോനെ? ഉസ്താദെ വാപ്പച്ചി ഇന്നലെ രാത്രി ബാത്റൂമിൽ വീണിട്ട് ഇപ്പം വലിയ പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാ. ഉമ്മ തന്നു വിട്ടതാണ് ഈ പൈസ. ഉസ്താദിന്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പറയുന്നു ഒന്ന് ദുആ ചെയ്യണം എൻ്റെ വാപ്പായ്ക്ക് വേണ്ടി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തിനാ പൈസ കൊടുക്കണേ? എടോ പൈസ കൊടുത്താൽ, അതാ പറഞ്ഞേ, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ബക്കറ്റിൽ പൈസ ഇടുമ്പോൾ മനസ്സിന്റെ ഉള്ളിലുള്ള നീയത്തുകൾ, അള്ളാഹുവേ എന്നെ നീ അറുത്തു മുറിക്കരുത്, മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന നല്ല ഒരു നീയത്തോടെ എല്ലാവരും ഒരു സദക്ക ഇട. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ട രണ്ടാമത്തെ ആളാരാ? ബോറടിക്കണുണ്ടാ? നിർത്താറായോന്ന്? നിർത്താറായ? പറയണോ നിർത്തണോ? ബോറടിക്കണില്ലല്ലോ. മലയാളം മനസ്സിലാവാഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അൽഹംദുലില്ലാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. രണ്ടാമത് നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ട ആളാരാ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിക്കാൻ കിട്ടുമടോ. മനോഹരമായ ചരിത്രമാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചാ കരഞ്ഞു പോകുന്ന ചരിത്രമാണ്. സാധാരണ ഒരു മനുഷ്യനല്ല, പടച്ചവനെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ജീവിതം നയിച്ച മനുഷ്യനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. സാധാരണ ആളല്ല, ഖബറിനോട് പോലും സംസാരിച്ച മഹാനാ. അത്ഭുതപ്പെടേണ്ട സഹോദരാ, ഖബർ സംസാരിക്കുമോ എന്ന് ചോദിക്കണ്ട. നബി തങ്ങളെ പറഞ്ഞു, സ്വഹാബാ, മനുഷ്യന് നാവുള്ളതുപോലെ ഖബറിനും നാവുണ്ട് സ്വഹാബാ. ഖബർ മനുഷ്യനോട് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഇന്ന് നമുക്കത് പറയുമ്പോ വിശ്വാസം വരുന്നില്ല. ആര് പള്ളിപ്പറമ്പിൽ പോയാലും ആ മനുഷ്യനോട് ഖബർ സംസാരിക്കുമടോ. കേൾക്കാനുള്ള കഴിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി കേൾക്കുന്ന ഒരു സമയമുണ്ട്. ഖബർ സംസാരിക്കുന്നത് കേൾക്കുന്ന സമയം എപ്പോഴെന്നറിയുമോ? 3 കഷ്ടം
അവസാനം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ ജനാസ ഈ പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് നമസ്കരിക്കുമല്ലോ. ആ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് നിന്റെ ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുന്ന രംഗമുണ്ടല്ലോ. ആ കബറടക്കുന്നതിന് വേണ്ടി ആ പള്ളിപ്പറമ്പിലേക്ക് ഇറങ്ങുമ്പോ ഖബറിന്റെ സംസാരം നിനക്ക് കേൾക്കാമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖബറിന്റെ സംസാരം നിനക്കപ്പം കേൾക്കാൻ ചെറുപ്പക്കാരാ. വാപ്പാ, നിന്റെ ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുമ്പോ ഖബർ നിന്നോട് സംസാരിക്കുന്നത് നിനക്ക് കേൾക്കാം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യന്റെ ജനാസ ഖബറടക്കാൻ പോയതാണ്. മയ്യത്ത് ഖബറടക്കി കഴിഞ്ഞു. എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. എല്ലാവരും ചോദിച്ചു, തങ്ങളെ വരുന്നില്ലേ? ആ ജനാസ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കരിച്ചു, ഖബറടക്കി. ഇനി എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, എല്ലാവരും പോകാറ്, എനിക്ക് അല്പനേരം ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പഴയ ഖബറിന്റെ ചാരത്ത് പോയി നിൽക്കുകയാണ്. ഒരു ഖബറിന്റെ ചാരത്ത് പോയി നിൽക്കുകയാ. ഒരുപാട് സമയമായിട്ടും മിണ്ടാതെ നിൽക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരയുന്നുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്താണ് ഖബർ ചോദിക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, എന്നോടൊന്നും ചോദിക്കാനില്ലേ? എന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ നിനക്കറിയണോ? ഒരാളോട് പെരുമാറുന്നത് എങ്ങനെയാണെന്നറിയണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഖബറിനോട് ചോദിച്ചു, എങ്ങനെയാണ് നീ പെരുമാറുന്നത്? ഖബർ പറയുകയാ, മസഖത്തുൽ അക്ഫാൽ വസദഖത്തുൽ ഖുലതൈൻ വഅഖൽതുൽ ലഹ്മാ. ഖബർ ഇങ്ങനെ വിവരിക്കാൻ തുടങ്ങുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചെവി പൊത്തി പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, പറയല്ലേ, പറയല്ലേ, പറയല്ലേ. അത് കേൾക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഖബർ പറഞ്ഞു തുടങ്ങുമ്പോഴേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തളർന്നു വീണടോ. ഖബറിന്റെ മുകളിൽ തളർന്നു വീണു, കിടന്ന് കരയുകയാ. ഏങ്ങി ഏങ്ങി കരയുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് ഖബറിന് പോലെ സങ്കടം തോന്നിയടോ. അപ്പോഴാ ഖബർ പറഞ്ഞു കൊടുത്തത്, അല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബ്ലാ. രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തു എന്ന ചരിത്രം പറയുമ്പോ ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ചരിത്രമാണ് പറയുന്നത്. പടച്ചവനെ, മരണമെടുത്തു എന്ന് മനസ്സിലാവുകയാണ്, മരണമെടുത്തു എന്ന് മനസ്സിലാവുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് പടച്ചവനെ അവിടന്ന് പോയി കുളിക്കുകയാണ്, അവിടന്ന് പോയി കുളിക്കുകയാണ്. അവിടന്ന് കുളിച്ചുരുങ്ങിയിട്ട് തന്റെ വീടിന്റെ റൂമിന്റെ അകത്തേക്ക് കടന്നു വരികയാണ്. മരണത്തിന് വേണ്ടി തയ്യാറാവുകയാണ്, മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എന്നിട്ടതാ മരിക്കാനുള്ള തയ്യാറെടുപ്പോടെ അതാ തന്റെ ബെഡ്റൂമിന്റെ അകത്ത് കയറി കിടക്കാ പോകുമ്പോ അവിടന്ന് വിളിക്കുന്നു, ഫാത്തിമ, ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ അടുത്ത് വിളിക്കുകയാണ്, ഇങ്ങടുത്തു വാ ഫാത്തിമ, ഇങ്ങടുത്തു വാ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ, ഞാൻ പോവുകയാണ് ഫാത്തിമ, എനിക്ക് പൊരുത്തം തരണേ ഫാത്തിമ, എനിക്ക് നിന്നോട് പൊരുത്തമുണ്ട്. ഭാര്യയും ഭർത്താവും അവസാനമായി പിരിയുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുകയാണ്, ഉപദേശങ്ങൾ കൊടുക്കുകയാണ്, വസിയത്തുകൾ ചെയ്യുകയാണ്. അതാ തന്റെ പ്രിയപ്പെട്ട ഭാര്യ നിന്ന് കരയുകയാണ്. ഫാത്തിമ വല്ലാതെ സങ്കടത്തിലാണ്. പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തോട് വിട പറയാ പോവുകയാണ്. അപ്പോഴാണ് ഫാത്തിമയോട് ചോദിക്കുന്നു, ഫാത്തിമ,
ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാനുണ്ടോ? ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ ഫാത്തിമ? ഫാത്തിമ നിന്ന് കരയുകയാ, ഫാത്തിമ നിന്ന് കരയുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ എങ്കിലും റൂമിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് വാതിലടയ്ക്കു ഫാത്തിമ, റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്കു ഫാത്തിമ. ഫാത്തിമ കരയുകയാ. എന്തിനാ എന്നെ റൂമിന്റെ പുറത്തിറക്കുന്നത്? നിങ്ങളുടെ മരണമെടുത്തല്ലോ, അവസാന സമയമാണല്ലോ, നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമല്ലേ, നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ കിട്ടുന്ന അവസാനത്തെ സമയമല്ലേ, എന്തിനാ എന്നെ പുറത്തിറക്കുന്നത്? എന്നോട് വെറുപ്പാണോ? എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, നീ എന്റെ കൂടെ നിൽക്കുന്നത് ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല, പിന്നെ എന്തിനാണ് റൂമിന്റെ പുറത്തേക്ക്, റൂമിന്റെ പുറത്തിറങ്ങി വാതിലടയ്ക്കാൻ പറയുന്നതെന്നറിയുവോ? അവിടെ നിന്ന് പറയുകയാ, ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിൻ വലാ ജാ ഫാത്തിമ, അതിഥികൾ വരുന്നു ഫാത്തിമ, എന്റെ കൂട്ടുകാര് വരുന്നു ഫാത്തിമ, എന്നെ കാണാൻ അതിഥികൾ വരുന്നു. മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം എന്നെ കാണാൻ വരുന്നു ഫാത്തിമ. നീ അടുത്ത് നിൽക്കല്ലേ, നീ വെളിയിലിറങ്ങു ഫാത്തിമ, നീ റൂമിന്റെ പുറത്തിറങ്ങു ഫാത്തിമ. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ മനസ്സില്ല മനസ്സോട് റൂമിന്റെ പുറത്തിറങ്ങി വാതിലടയ്ക്കുകയാണ്. സമാധാനമില്ലടോ. കാരണം തന്റെ ഭർത്താവ് റൂമിന്റെ അകത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്, മരിക്കാൻ പോവുകയാണ്. ഫാത്തിമയുടെ മനസ്സ് വിങ്ങുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞൊഴുകുകയാണ്. അപ്പോഴും ചിന്തിക്കുന്നു, അല്ലാ ആരാണ് റബ്ബേ എന്റെ ഭർത്താവിനെ കാണാൻ വരുന്ന അതിഥികൾ ആരാണ് റബ്ബേ? ഫാത്തിമയ്ക്ക് വല്ലാത്ത ആകാംക്ഷയാവുകയാണ്, ഫാത്തിമയ്ക്ക് വല്ലാത്ത ആകാംക്ഷയാവുകയാണ്. ഫാത്തിമ എന്ത് ചെയ്തെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാൻ വരുന്നതാരാണെന്നറിയാൻ അടച്ചിട്ടിരുന്ന വാതിലിലൂടെ ഒളിഞ്ഞു നോക്കുകയാണ്. അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഒളിഞ്ഞു നോക്കുമ്പോ തന്റെ ഭർത്താവ് പറയുന്നതെന്തെന്നറിയുമോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനോട് സലാം പറയുകയാ, അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനോട് സലാം പറയുകയാണ്. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകളോട് സലാം പറഞ്ഞവിടന്ന് സ്വീകരിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യയുടെ കണ്ടടങ്ങളെ നിറയുകയാ, കൈകാലുകൾ വിറയ്ക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ റൂഹ് പിടിക്കാൻ കാബുലൽ അർവാഹ് വന്നിരിക്കുകയാണ്. ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. പടച്ചവനെ, എങ്ങനെയാണ് മരിക്കുന്നത്? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എങ്ങനെയാണ് മരിക്കുന്നത് എന്ന് കാണാൻ രണ്ടാമതും വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ഖുർആൻ ഓതുന്നു വാപ്പാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. സാധാരണ ആയത്തല്ല. അല്ലാഹുവേ, ഏതായത്താ ഓതിയതെന്നറിയുമോ? അസ്റായിൽ എന്ന് പറയുന്ന മലക്കം തന്റെ അനുയായികളും തന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി തന്റെ റൂമിന്റെ അകത്ത് കടന്നു വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബിന്റെ ഖുർആനിലെ ഒരു ആയത്ത് ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയുമോ? തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ.
തക്ബീർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. വാതിലിന്റെ പടിതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന തന്റെ പ്രിയപ്പെട്ടവളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അവസാനമായി പറയുകയാണ്, ഫാത്തിമ ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടില്ല ഫാത്തിമ. ഫാത്തിമ, നല്ല മരണം കിട്ടണമെങ്കിൽ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്ക്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് പടച്ച റബ്ബ് നല്ല മരണം കൊടുക്കുന്നതെന്ന് വാതിലിന്റെ പടിതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയപ്പെട്ടവളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അവിടുന്ന് വിളിച്ചു പറയുകയാണ്. തന്റെ മുഖത്തേക്ക് തുണിയെടുത്തിടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറഞ്ഞ് പടച്ചവനെ അനക്കമില്ലടോ. റൂമിന്റെ അകത്തനക്കമില്ല, തന്റെ ഭർത്താവ് മിണ്ടുന്നില്ല. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ വാതില് തുറന്ന് ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, എന്ത് സുഗന്ധമെന്നറിയുവോ? റൂമിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങു മാറ്റുമ്പോ എന്തൊരു പ്രകാശമാണല്ലാ, എന്തൊരു ചിരിയാ അല്ലാ. കാട്ടുതീ പടരുന്നത് പോലെ നാട്ടുകാര് മുഴുവനും അറിയുകയാണ്. എല്ലാവരും ഓടി വന്നടോ, എല്ലാവരും ഓടി വന്നടോ. കണ്ടവർ അത്ഭുതപ്പെടുകയാണ്. പടച്ചവനെ, വല്ലാത്ത മരണമായിരുന്നു, വല്ലാത്ത സുഗന്ധമായിരുന്നു. അവസാനം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ജനാസ അവിടുന്ന് കുളിപ്പിക്കുകയാ. അവിടുന്ന് കഫം പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ അവിടുന്ന് ഖബറടക്കുകയാണ്. ഖബറടക്കി കഴിഞ്ഞപ്പോ അല്ലാഹുവേ, സാധാരണ ഖബറടക്കി കഴിഞ്ഞ ജനങ്ങൾ മടങ്ങി പോകുമല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ജനാസ ഖബറടക്കി കഴിഞ്ഞപ്പോ ആരും പോകുന്നില്ലടോ. ജനങ്ങൾ അവിടെ നിൽക്കുകയാണ്. എല്ലാവരും പരസ്പരം ചർച്ച ചെയ്യുകയാണ്. എന്താണ് പറയുന്നതെന്നറിയുവോ? എന്തൊരു മരണമാണല്ലാ, വല്ലാത്ത മരണമാണ് റബ്ബേ. ഖുർആൻ ഓതിയിട്ടാ മരിച്ചത്, ശഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചത്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു മരണം അല്ലാഹു കൊടുത്തത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ജനാസ കൊണ്ടുവന്ന വീട്ടിലേക്ക് ജനങ്ങൾ മുഴുവനും മടങ്ങുകയാണ്. എല്ലാവരും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ചെന്നു. എന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ, സങ്കടപ്പെടുത്താമെന്നതല്ല, നീ ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്ന് ഞങ്ങൾക്കറിയാ ഫാത്തിമ. നീ ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാ ഫാത്തിമ. നീ സങ്കടത്തിലാണെന്ന് ഞങ്ങൾക്കറിയാ ഫാത്തിമ. ഞങ്ങൾ വന്നത് വേദനിപ്പിക്കാനല്ല, ഒരേ ഒരു കാര്യം ഞങ്ങൾക്ക് ചോദിക്കാനാണ്. ഒരേ ഒരു കാര്യം ഞങ്ങൾക്കറിയണം ഫാത്തിമ. എന്താണ് ഞങ്ങൾക്കറിയേണ്ടതെന്നറിയുവോ? നിന്റെ ഭർത്താവ് മരിച്ചത് അസ്റായിലിനോട് സലാം പറഞ്ഞിട്ടാ. അല്ലാഹുവിന്റെ ഖുർആനിലെ സ്വർഗത്തിന്റെ ആയത്ത് ഓതിയിട്ടാ, ശഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ്. എന്തൊരു പ്രകാശമായിരുന്നു, എന്തൊരു സുഗന്ധമായിരുന്നു. മയ്യത്ത് കുളിപ്പിച്ചവരും കഫം പൊതിഞ്ഞവരും ചുമന്നവരും ഖബറടക്കിയവരും എല്ലാവരും പറയുന്നു, നിന്റെ ഭർത്താവിന് വല്ലാത്ത സുഗന്ധമായിരുന്നെന്ന്. ഫാത്തിമ, എങ്ങനെയാ ഇങ്ങനെ ഒരു മരണം കിട്ടിയത്? ഞങ്ങൾക്കും വേണം ഫാത്തിമ,
ഞങ്ങൾക്കും ഇതുപോലെ ഒരു മരണം വേണം. അതുകൊണ്ട് നിന്റെ ഭർത്താവ് ചെയ്ത നന്മയൊന്ന് പറഞ്ഞു തരുമോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജനാസ ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് ജനങ്ങൾ മുഴുവനും വീടിന്റെ മുറ്റത്ത് വന്ന് ചോദിച്ചപ്പോ ആ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവേ, മാകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സറിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യ പറയുകയാണ്, എന്റെ ഭർത്താവ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് നന്മ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. തന്റെ ഭർത്താവിന്റെ ജനാസ ഖബറിനകത്ത് വെച്ചിട്ട് നാട്ടുകാര് മുഴുവനും വന്നിട്ട് ചോദിക്കുന്നു, നിന്റെ ഭർത്താവിന് അല്ലാഹു ഇതുപോലെ ഒരു നല്ല മരണം കൊടുക്കാറ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ഉമ്മയല്ല, വാപ്പയല്ല, നാട്ടുകാരല്ല, കുടുംബക്കാരല്ല, അയൽവാസികളല്ല, മഹല്ലിലെ ഇമാമല്ല, കൂടെ കടന്നവള് പറയുകയാ, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഈ ലോകത്തിന്റെ ദിവനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്റെ ജീവിതത്തില് അല്ലാഹുവിനെ പേടിയുള്ള, എന്റെ ഭർത്താവിനെക്കാളും പേടിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വല്ലാഹി മാ റഅയ്തു, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മനുഷ്യനാ, അല്ലാഹുവിനെ ഭയന്ന് പേടിച്ച് ജീവിച്ച മനുഷ്യനാണ് എന്റെ ഭർത്താവ്. അയാളെ കാര്യം അല്ലാഹുവിനെ പേടിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. റബ്ബേ, എന്നിട്ട് മഹദി പറയുകയാണ്, ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടപ്പറയിൽ കിടക്കുമ്പോ ഭാര്യയും ഭർത്താവും പരസ്പരം സംസാരിക്കുമല്ലോ. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ അതാ ഫാത്തിമ പറഞ്ഞു, അല്ലാഹുടെ പേര് പറഞ്ഞു, അല്ലാഹുടെ പേര് പറഞ്ഞു. റുബമാ യദ്കുറുല്ലാഹ ഫിൽ ലൈൽ യദ്കുറുല്ലാഹ സുമ്മ യബ്കി ഹത്താ യുസ്ബിഹ. ഞാൻ അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. വെളുപ്പാകാലം വരെ ഇരുന്നു കരഞ്ഞു. മരണം പറഞ്ഞപ്പോഴല്ല, ഖബർ പറഞ്ഞപ്പോഴല്ല, മസ്സറ പറഞ്ഞപ്പോഴല്ല, നരകം പറഞ്ഞപ്പോഴല്ല, സിറാത്ത് പറഞ്ഞപ്പോഴല്ല, അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറഞ്ഞപ്പോഴല്ല, അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ വെളുപ്പാങ്കാലം വരെ എൻ്റെ ഭർത്താവ് വീടിൻ്റെ അകത്തിരുന്ന് കരഞ്ഞു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ലവനാണ് എന്ന് പറയേണ്ട രണ്ടാമത്തെ ആളാരാ? ആരാ? ഇത്രയും കേട്ടിട്ട് മനസ്സിലായില്ല? ആരാ പറയണ്ടേ? ഈ മഹല്ലുകാരോ പള്ളിയിലെ ഹത്തീബോ പ്രസിഡന്റോ സെക്രട്ടറിയോ കമ്മിറ്റിക്കാരോ അല്ലട ചങ്ങാതി. നിന്റെ കൂടെ കടന്ന് നിന്റെ പെണ്ണും പുള്ള പറയണം നീ നല്ലവനായിരുന്നു എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറയൂ. അപ്പടി ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഭാര്യ പറയോ നിങ്ങൾ നല്ലവനായിരുന്നു എന്ന്? പറയുവോ? സ്റ്റേജിലൊക്കെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. സ്വന്തം ചിന്തിക്കോ? പറയുവോ? ഓളി ലോകത്തുള്ള ആരെക്കുറിച്ച് വേണമെങ്കിലും നല്ലതെന്ന് പറയും.
നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താന്ന് ഓക്കറിയാം, ഓള് പറയൂലടോ. അള്ളാഹു നോക്കി ഈമാൻ നൽകുമാറാകട്ടെ. അല്ലെങ്കിൽ രാത്രി വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാൻ പോകുമ്പോൾ ചുമ്മാതെ ഭാര്യയുടെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കണം. എന്തോ എന്നെ ഇങ്ങനെ നോക്കണേ? ഇല്ലടി ആമിന, സിറാജ് പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ മരിച്ചാ നീ പറയൂടി ഞാൻ നല്ലവനാണെന്ന്. പിന്നെ നിങ്ങളുടെ സ്വഭാവം എന്താന്ന് അയാൾക്കറിയില്ലല്ലോ. എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താന്ന് എൻ്റെ പൊന്നാര ചങ്ങാതി നമ്മുടെ ഭാര്യമാര് പറയണം നമ്മൾ നല്ലവനാണെന്ന്. പറയോ? എങ്ങനെ പറയാനാ? നാട്ടുകാരുടെ മുമ്പിൽ വലിയ തങ്ങൾ മഹാനായിട്ടൊക്കെ നടക്കുക, വലിയ കതറൊക്കെ ഇട്ട് നമ്മളിങ്ങനെ നടക്കും. ഓളുടെ മുമ്പിൽ വില വേണോടോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചില ഭർത്താക്കന്മാര് പെണ്ണുങ്ങളോട് പറയും, ഉസ്താദന്മാരുടെ വഴുത് കേട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ പറയും, കേട്ടോടി ഉസ്താ പറഞ്ഞേട്ടോ, പറഞ്ഞേട്ടോ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണം, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ. ഭർത്താവ് ഭാര്യയോട് പറയുന്നു, എൻ്റെ മൂക്കിൻ്റെ അകത്തുനിന്ന് ചീഞ്ചല ഒഴുകി വന്ന നീ അതുപോലെ തുടച്ചെടുക്കണം. ഭർത്താവ് ഭാര്യയോട് പറയുന്നു, അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. അത്രയ്ക്കും പവറാ എനിക്ക്, എൻ്റെ പൊരുത്തം ഉണ്ടെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ എന്ന് ചില ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയും. ഓനാണ് ഈ കഞ്ചാവ് അടിച്ച് കിടക്കുന്നവനാ, ഇവനാ വീട്ടിൽ പോയിട്ട് പറയുന്നത്. തൻ്റെ ഭാര്യയ്ക്ക് ചെലവിന് പോലും കൊടുക്കാത്തവനാ പോയി എന്തൊക്കെ പറയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നമ്മുടെ ഭാര്യ പറയണം നമ്മൾ നല്ലവനാണെന്ന്. അങ്ങനെ പറയണമെങ്കിൽ നീ നല്ലവനായി ജീവിക്കണം. നീ നല്ലവനായി ജീവിച്ചാൽ നീ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഈ മഹല്ലുകാർ മുഴുവനും നീ മഹാനാണെന്ന് പറഞ്ഞാൽ മഹാനാവത്തൊന്നും ഇല്ലടോ. ഞാനെപ്പോഴും പറയും, പള്ളിയിലെ ഉസ്താദിനെ കുറിച്ച് എല്ലാവരും നല്ലത് പറഞ്ഞാൽ അയാൾ യഥാർത്ഥ ഉസ്താദല്ലെന്നാണ് ഞാൻ പഠിച്ചിരിക്കണേ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടുത്തെ ഇമാമാരപ്പ അള്ളാഹു ആഫിയത്ത് ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു പള്ളിയിലെ ഉസ്താദിനെ കുറിച്ച് നാട്ടുകാർ മുഴുവനും നല്ലവനാണെന്ന് പറഞ്ഞാൽ അയാൾ യഥാർത്ഥ നല്ല ഉസ്താദല്ല. അങ്ങനെ പറയുമോ? ഒരിക്കലും പറയൂലടോ. ഉസ്താദ് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടത് വിളിച്ചു പറയുമ്പോൾ എതിർപ്പുണ്ടാകും. പറയേണ്ടത് യഥാർത്ഥ കാര്യങ്ങൾ, പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എതിർപ്പുണ്ടാകും. അള്ളാഹു ഒരുപാട് 13 വർഷമൊക്കെ ഒരു പള്ളി ജോലി ചെയ്യണമെങ്കിൽ അള്ളാഹു നാട്ടുകാർ നല്ലവരാ, തരുമാറാകട്ടെ. 13 വർഷമായിട്ട് ഉസ്താദ് ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ അൽഹംദുലില്ലാ നല്ല കാര്യം. അള്ളാഹു ഖൈറാകുന്ന കാലം വരെ ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മാസം ഇരിക്കത്തില്ലല്ലോ. ഒരു മാസം പള്ളിയിലൊക്കെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാടോ, ഓരോ പള്ളികളിൽ ഖത്തീബാകണമെങ്കിൽ ഇന്ന് വലിയ ടെസ്റ്റുകൾ നടത്തുന്ന കാലമാണ്. വലിയ ടെസ്റ്റുകൾ. ഉസ്താദ് ഒന്ന് വന്ന് പ്രസംഗിക്കണം, ഉസ്താദ് ഒന്ന് ഇമാമത്ത് നിൽക്കണം, എന്നിട്ട് കൊള്ളാവുന്നെങ്കിൽ മാത്രം ആരെ കമ്മിറ്റിക്കാരിങ്ങനെ പുറകെ വന്ന് നിൽക്കും. ഉസ്താദിൻ്റെ ഖിറാഅത്ത് നോക്കാൻ, ഉസ്താദിൻ്റെ ഓത്ത് ശരിയാണോ നോക്കാൻ, ഉസ്താദിൻ്റെ പ്രസംഗം കൊള്ളാവോ എന്ന് നോക്കാൻ. ഈ പുറകെ വന്ന് നിൽക്കുന്നവന് ഫാത്തിഹ പോലും നേരെ ഓതാൻ അറിയത്തില്ല. ഓനാ നോക്കണേ. അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഫാത്തിഹ പോലും നേരെ ഓതാൻ അറിയില്ല. ഒരു ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാത്ത ആളെ ഇമാമിനെ ടെസ്റ്റ് ചെയ്യുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഖൈറാകുന്ന കാലം വരെ അള്ളാഹു ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പഠിക്കുന്ന ഒരു കാര്യം, ഞാൻ പള്ളിയിലെ ഇമാം ആകരുതെന്ന് വിചാരിക്കുന്ന ആളാണ്. അത്രത്തോളം ത്യാഗമാടോ. പള്ളിയിൽ ഇമാമെന്ന് പറയാന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത കഷ്ടപ്പാട്. എന്തൊരു ബേജാറെന്നറിയും. അള്ളാഹു ആലം പടച്ചോനെ, അള്ളാഹു നമ്മുടെയൊക്കെ ഖിദ്മത്തുകൾ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നാട്ടുകാർ നല്ലവൻ എന്ന് പറയാം, ഓൻ അറിയാത്ത കൊണ്ടാണ്. നിന്റെ യഥാർത്ഥ സ്വഭാവം നിന്റെ കൂടെ കിടക്കുന്നവൾക്കറിയാം. അപ്പോൾ ആ ഭാര്യ നല്ലത് പറയണമെങ്കിൽ അവൾക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം, വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, അവളെ സന്തോഷിപ്പിക്കണം. ഭാര്യയ്ക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം, അവളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം, അവളെ കറങ്ങാൻ പുറത്തു കൊണ്ടുപോകണം, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഇതങ്ങനൊന്നുമല്ല. ഇതാ പറഞ്ഞ നബിതങ്ങളുടെ കാലത്ത് മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല, നമുക്ക് ബോറടിക്കുന്നുണ്ടോ? ഞാൻ ഇരുന്നോട്ടെപ്പാ, ഇരുന്നോട്ടെ. എന്തോ ചെറുതായിട്ട് എൻ്റെ ഗുളികയുടെ പവർ കഴിഞ്ഞിട്ട് ഇരുന്നോട്ടെ, വിരോധമൊന്നും ഇല്ലല്ലോ. ഇരുന്ന് ഒരു 3 സ്വലാത്ത് പറഞ്ഞ സ്വല്ലല്ലാഹു
എല്ലാരും ഇങ്ങോട്ട് കയറി വന്നോടോ, വാ അടുത്തിരിക്കറോ, വാ. എടുത്തിട്ടോ, കസേര എടുത്തിട്ടോ, എല്ലാരും കയറിയിരിക്കണോ, വാ. കസേര എടുത്ത് ഇങ്ങോട്ട് കയറിയിരിക്കും. ഇനി കൊറോണ ഒന്നും ഇല്ലടോ, വാ. ഞാൻ നിർത്താം പെട്ടെന്നോ. കസേര എടുത്തിട്ട് വേണം മക്കളെ, ചെയർ എടുത്തിട്ട് വാ. കയറി കസേര എടുത്തിട്ട് വരും. അൽഹംദുലില്ലാ. മസില് പിടിച്ചിരിക്കാതെ വാചങ്ങാതി അവിടെ ഇരുന്നാൽ കാര്യമൊന്നുമില്ല. ഇങ്ങോട്ട് കയറി ഇരുന്ന ചന്ദനം ചാരിയ ചന്ദനം വേണം. എഴുന്നേക്ക് ചെറുപ്പക്കാരൊക്കെ എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേറ്റ്. അൽഹംദുലില്ലാ. ഒരു 3 സ്വലാത്ത് പറ, അല്ലാഹ് ഈമാൻ കൊടുക്കട്ടെ. പറ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. മുഴുവനും ഈ ചെറുപ്പക്കാർ മുഴുവനും ഇവിടെ സുന്നത്തി ജമാഅത്തിന്റെ ആൾക്കാർ അൽഹംദുലില്ലാ. ഇവിടെ സംഘടനയൊന്നുമില്ല, എല്ലാവരും ഉണ്ട് അൽഹംദുലില്ലാ. സ്വർഗത്തിലും സംഘടനയൊന്നുമില്ല. അള്ളാഹു ആ സുന്നത്തി ജമാഅത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അവിടെ സംഘടനയൊന്നുമില്ലടോ അൽഹംദുലില്ലാ. അവിടെ ഫരീഖും ഫിൽ ജന്ന അൽഹംദുലില്ലാ. ആ ഒരു നല്ല രീതിയിൽ നമ്മൾ ജീവിച്ച എല്ലാവരെയും ബഹുമാനിക്കണം, ആദരിക്കണം. ഉസ്താദന്മാരാ, ആലിമീങ്ങളാ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് നിങ്ങളുടെ ആക്കിബത്ത് മോശമാക്കി കളയരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദന്മാരെ ബഹുമാനിക്കുക, തങ്ങന്മാരെ ബഹുമാനിക്കുക. അതെന്തെങ്കിലും സംഘടനാപരമായി ആശയപരമായി അതൊന്നും നമ്മൾ നോക്കരുത്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അൽഹംദുലില്ലാ എല്ലാം ദീനിന്റെ വിഷയത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അള്ളാഹു നമ്മുടെ നേതൃത്വങ്ങൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ എത്ര മണി വരെ ഉണ്ട്? 10:40 ഒരു 10-15 മിനിറ്റ് ഇരിക്കൂലേ? നിങ്ങൾക്ക് എന്തോ ഒരു വൈരാഗ്യം ഉള്ളതുപോലെ. സുബൈ നിസ്കരിക്കണ്ടേ? അല്ലാഹു അലം. വയല് കേട്ടിട്ടൊന്നും കാര്യമില്ല കാക്കാമാരെ. ചുമ്മാ വയല് കേട്ടിട്ട് എന്ത് കാര്യം? വയല് കേട്ട് നമ്മളിപ്പോൾ തലതിരിഞ്ഞു. എല്ലാവരും ചിലരെന്നോട് പറയും, ഉസ്താദെ നിങ്ങളുടെ വയല് കേട്ടിട്ടാ ഉറങ്ങണമെന്ന്. സത്യം പറഞ്ഞാൽ ഓനെ തലയ്ക്കൊന്നും കൊടുക്കാൻ തോന്നും. ഓൻ പറഞ്ഞ് സത്യം പറഞ്ഞാൽ അത് കത്തിയിട്ട് കുത്തണ പോലെ എനിക്ക് ഫീൽ ചെയ്യണേ. പണ്ട് പാട്ട് കേട്ടിട്ട് ഉറങ്ങുന്നു, ഇപ്പൊ വയല് കേട്ടിട്ട് ഉറങ്ങുന്നു. അത്രയുണ്ട്. ഉസ്താദെ നിങ്ങളുടെ വയല് കേട്ടിട്ടാ ഞാൻ ഉറങ്ങണേന്ന്. അപ്പൊ വയല് കേട്ടിട്ടാ ഇപ്പൊ ഉറങ്ങണത്. എല്ലാരും വയല് കേൾക്കണവരാ. എന്നിട്ട് വല്ല മാറ്റമുണ്ടോ? എന്തെങ്കിലും മാറ്റമുണ്ടോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? വല്ല മാറ്റമുണ്ടോ? വയലെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? വയലിന്റെ പവർ എന്തെന്നറിയോ? വയലെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ലടോ. വയലിന്റെ പവർ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഒരു പെണ്ണിന്റെ ചരിത്രം പറയുന്നു. ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, ഈമാനിന്റെ വിഷയത്തിൽ ലോകത്തുള്ള സർവ്വരും ഈ പെണ്ണിനെ കണ്ടുപഠിക്കണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാന്തിനുമാറാകട്ടെ. ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞിട്ട് ലോകത്ത് ഖിയാമത്ത് നാള് വരെ വരുന്ന മുസ്ലിമീങ്ങളോട് അള്ളാഹ് പറയുന്നു, ആരെ കണ്ടുപഠിക്കാൻ? ആ പെണ്ണിനെ കണ്ടുപഠിക്കാൻ. ആ പെണ്ണാരാ? അല്ല നബിയുടെ ഉമ്മ ആണോ? അല്ല. നബിയുടെ ഭാര്യയാണോ? അല്ല. നബിയുടെ മോളാണോ? അല്ല. ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മകള്, ഒരു സാധാരണ ഒരു സാധുവായ ഒരു മനുഷ്യന്റെ മകളെ കാണിച്ചിട്ട് അള്ളാഹ് പറയുന്നേ നിങ്ങൾ ഓളെ കണ്ടുപഠിക്കാൻ. ഓൾ ആരുടെ ഭാര്യയാണെന്നറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രു സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബിബി റളിയല്ലാഹു തആല. ആരുടെ ഭാര്യ? നിങ്ങൾ എന്താ ഇങ്ങനെ? ആരുടെ ഭാര്യ? ലോകത്തിലെ ഏറ്റവും വലിയ ഓനെക്കാളും വലിയ ശൈത്താൻ ലോകത്തുണ്ടോ? ഉണ്ടോ? ഇല്ലടോ. ഞാൻ അങ്ങനെ തന്നെ പറയും. എടോ, നാളെ നരകത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇബിലീസ് ഒരു പ്രസംഗം നടത്തും. ഇബിലീസ് ഇങ്ങനെ പ്രസംഗം നടത്തിയിട്ട് ഇങ്ങനെ, ബാബാ അളിയെ കയറിക്കോ, ഓരോന്നിനും ഓരോ നരകത്തിൽ കയറ്റിവിടാ, പോടാ വരാ, എല്ലാത്തിനും ഇങ്ങനെ കയറ്റിവിടാ. അപ്പൊ നോക്കുമ്പോഴാ ഫിർഔൻ ഇങ്ങനെ നടന്നു വരുന്നു. ആര് നടന്നു വരുന്നു? ഓന്റെ പേര് കേൾക്കുമ്പോ എന്തോ പറയണ്ടേ? വേറെ ആരുടെയെങ്കിലും പേര് കേൾക്കുമ്പോ അങ്ങനെ പറയണോ? ഇബിലീസിന്റെ പേര് കേൾക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഓന് പ്രത്യേക ഒരു പവറാ. അപ്പൊ നാളെ ഫിർഔൻ ഇങ്ങനെ നടന്നു വരുമ്പോ ഇബിലീസ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പതുക്കെ എഴുന്നേറ്റ് നിൽക്കും.
ടീച്ചറിനെ കാണുമ്പോൾ വിദ്യാർത്ഥി എഴുന്നേക്കണ പോലെ എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ ഇത് കാണുമ്പോ ഇബ്ലീസ് ചോദിക്കും, നീ എന്തിനാടാ എന്നെ കണ്ടപ്പോ എഴുന്നേറ്റ്? എന്താ കളിയാക്കണോ നീ എന്നെ കളിയാക്കിയതാ? നീ എന്താ എന്നെ കളിയാക്കിയതാണോ? എന്നെ പിഴപ്പിച്ചത് നീയാടാ. ഫിറൗൻ ഇബ്ലീസിനോട് പറയാ, എന്നെ നശിപ്പിച്ച നീ ഒറ്റ ഒരുത്തനാ, നീ ഒറ്റ ഒരുത്തൻ കാരണം ഞാൻ ഈ അവസ്ഥയിലെത്തിയെ. ഇന്ന് എന്നെ കാണുമ്പോ നീ കളിയാക്കുന്നോ? അപ്പൊ ഫിറൗൻ പറയും, ഈ നരകത്തീ കിടക്കുന്ന ജനങ്ങളെ മുഴുവനും പിഴപ്പിച്ചതാരാ? ഞാനാ. നിന്നെയും പിഴപ്പിച്ചതാരാ? ഞാനാ. പക്ഷെ നീ അവരെ പോലെ ഒന്നുമല്ല. നീ അവരെ പോലെ ഒന്നുമല്ല. നീ ഇത്തിരി കൂടെ മുകളില. കാരണം എന്തേ? ഇബ്ലീസ് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാനാ അല്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണം, ഉള്ളത് പറ. സാക്ഷാൽ ഇബ്ലീസ് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ലോകത്തിന്റെ അധിപൻ ഞാനാന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓനാണ് ആരെ പിഴപ്പിച്ചേ? എല്ലാരെയും പിഴപ്പിച്ചേ. പക്ഷെ ഈ ഫിറൗൻ എന്ത് പറഞ്ഞു? ഞാനാ റബ്ബെന്ന്. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് റബ്ബെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അപ്പൊ ഇതിലെ ഏറ്റവും വലിയ ശൈത്താൻ ഏതാ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവന്റെ ഭാര്യയാണ് ആര്? ഇവന്റെ ഭാര്യയാണ് ആര്? ആസിയ. ആസിയ ഒരിക്കൽ കുളിക്കാൻ പോകുമ്പോ ഗ്ലാമർ കണ്ടിട്ട് ഫിറൗൻ പറഞ്ഞു എനിക്ക് വേണമെന്ന്. അങ്ങനെ കെട്ടിയേ. ആസിയ ബീവിയുടെ ഗ്ലാമർ കണ്ടിട്ട് ആര് കെട്ടിയ? ഫിറൗൻ കെട്ടിയേ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ആസിയ ജീവിതത്തിൽ ഒറ്റ വഴുത കേട്ടിട്ടുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എത്ര വഴുത കേട്ടിട്ടുണ്ട്? ഒറ്റ പ്രഭാഷണം, ഒരേ ഒരു പ്രസംഗം, ഒരല്പനേരം നീണ്ടു നിൽക്കുന്ന ഒറ്റ പ്രസംഗം കേട്ടവളാണ് ആസിയ ബീബി റളിയല്ലാഹു തആല. നമ്മളോ മൊബൈല് നിറച്ചു വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള ഉസ്താദിന്റെ പ്രസംഗം. അതിനിടയിൽ ബർക്കത്തിന് വേറെ ചിലതും കൂടെ ഉണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാണ്ട് നമ്മുടെ മൊബൈലിൽ ദുനിയാവുണ്ട്, ആഖിറമുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരുടെ പ്രസംഗമാകട്ടെ? മഹാനായ ഖലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി ഫിർഔനിന്റെ കൊട്ടാരത്തിൽ പോയി നിന്നിട്ട് മൂസാ നബിയും ഹാറൂൻ നബിയും കൂടെ അള്ളയാരാണെന്ന് ഫിറൗനിനോട് പറഞ്ഞു കൊടുക്കുന്ന പ്രസംഗമാണ് ആസിയ കേട്ടത്. ആസിയ നന്നായി, ഫിറൗൻ തലതിരിഞ്ഞു പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ വഴുതെന്ന് പറഞ്ഞാൽ ഇതാ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്റെ പൊന്നു സിറാജ്, നീയും വഴുതല്ലേ പറയുന്നേ? ഞാൻ വഴുത് പറയുന്നത് നിന്നെ നന്നാക്കാനാന്ന് ആരാ പറഞ്ഞേ? നിങ്ങളാരെങ്കിലും നന്നാക്കാനാണോ ഞാൻ വഴുത് പറയണത്? അതിനിപ്പോ കേരളത്തിന്റെ അങ്ങേ അറ്റത്തുനിന്ന് 10-650 കിലോമീറ്റർ ഓടി ഞാനിവിടെ വരേണ്ട കാര്യമുണ്ടോ? എടോ, ഞാൻ വഴുത് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാര് ഒരാമീൻ പറയടോ. നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെ ആമീ മതി ഞാൻ നന്നാകാൻ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നിങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളോട് ചോദിച്ചു, നബിയെ, എൻ്റെ ഭർത്താവ് അബൂ സുഫിയാൻ എനിക്ക് ചെലവിനൊന്നും തരൂല. ഓനിങ്ങനെ വലിയ ആളെ പോലെ നടക്കുക നാട്ടുകാരുടെ മുമ്പിൽ. എന്ത് കൊടുക്കൂല? ചെലവിന് കൊടുക്കൂല. അതുകൊണ്ട് ഞാൻ ചോദിക്കാതെ ഇടയ്ക്കിടയ്ക്ക് പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കും നബിയെ, അത് അനുവദനീയമാണോ? ചോദ്യം എന്താ? ഭർത്താവിൻ്റെ അടുക്കൽ നിന്ന് അനുവാദമില്ലാതെ പൈസ അടിച്ചു മാറ്റാറുണ്ടെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞ എടുക്കാറുണ്ട്. ഇത് എടുക്കാൻ പാടുണ്ടോന്ന്? അങ്ങനെ പാടുണ്ടോ? എടുക്കാൻ പാടുണ്ടോ? ആരാ പറഞ്ഞ പാടില്ല? ആരാ പറഞ്ഞ പാടില്ല? മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹയുടെ നബിതങ്ങൾ പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ നബിയിനാ റസൂലുള്ളാഹി. ആവശ്യമുള്ളത് എങ്ങനെ? തനിക്ക് അർഹതപ്പെട്ടത് പോലും കൊടുക്കൂല. ഒരാൾക്ക് 4 വരെ പെണ്ണ് കെട്ടാ. എത്ര വരെ കെട്ടാ? 4 വരെ കെട്ടാം. ഈ 4 വരെ കെട്ടാമെന്ന് പറഞ്ഞാല് ഒന്ന് മഹല്ലും കുടുംബവും അറിഞ്ഞു കെട്ടും, ഒന്നും ആരും അറിയാതെ എവിടെയെങ്കിലും പോയി ഒരു പെണ്ണും കെട്ടി വാടക വീട് എടുത്തു കൊടുത്തിട്ട് പറയാ, ആഴ്ചയിൽ പിരിവിന് വരുന്നവരെ ഞാൻ വരാന്ന്. ആ പരിപാടി അള്ളാന്റെ ദീനിലില്ല. അതില്ല. എവിടെയെങ്കിലും പോയി ഒരെണ്ണത്തിനെ കെട്ടി ആരും അറിയാതെ നിർത്തിയിരിക്കുക. ചിന്ന വീട് അവിടെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് മാസത്തിൽ ആഴ്ചയിൽ ചങ്ങായി വല്ലം വരെ 2 കിറ്റുവായിട്ട്. അതൊന്നുമില്ല. ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് പാടില്ല. അവർക്ക് ആവശ്യമുള്ളത് നീ കൊടുക്കണം. അള്ളാന്റെ ദീനിന്റെ നിയമം ഞാൻ പറയണേ.
എടാ, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാവൂ, അല്ലാത്തവൻ ദിക്റും പറഞ്ഞ് നടക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോൾ പെണ്ണുങ്ങൾ മിക്കവാറും എവിടെ ഇരിക്കണമെന്ന് അറിയില്ല, കൈയടിക്കുന്നുണ്ടാവും എഴുന്നേറ്റ് നിന്നിട്ട്. ആദ്യമായിട്ടാ ഒരു ചങ്ങാതി ഇങ്ങനെ വഴുതു പറയണേന്ന്. എടോ, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവൻ എന്ത് ചെയ്യാവൂ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? ഉള്ളത് പറ. കല്യാണം കഴിക്കാൻ പാടുള്ളൂ. നിനക്ക് തുണി കഴുകി തരണമെന്ന് നിർബന്ധമുണ്ടോ? ഭർത്താവിന്റെ തുണി ഭാര്യ കഴുകി കൊടുക്കണം നിർബന്ധമുണ്ടോ? ഭർത്താവിന് ചോറ് വെച്ചു കൊടുക്കണം നിർബന്ധമുണ്ടോ? നിന്റെ മക്കളെ നോക്കണം നിർബന്ധമുണ്ടോ? നിന്റെ വാപ്പായ്ക്കും ഉമ്മായ്ക്കും വെച്ച് വിളമ്പി തരണമെന്ന് നിർബന്ധമുണ്ടോ? വീടടിച്ചു വാരണം, പരിസരം വൃത്തിയാക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. നീ വേണമെങ്കിൽ ആളെ നിർത്തിയിട്ട് ചെയ്തു കൊടുക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതൊക്കെ ചെയ്യാൻ ആളെ നിർത്തണം. എന്നിട്ട് നീ ഓളെ നേരെ കിടന്ന് ചാടാ. ഓൾ അത് വല്ലവും ചെയ്തു തന്നാ അത് അവളുടെ ഔദാര്യമടോ, അതൊരു ഹിദ്മത്ത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്നിട്ട് നിന്റെ മുമ്പിൽ വന്നിട്ട് കാക്ക റീചാർജ് ചെയ്യാൻ പൈസ ഇല്ല, കാക്ക തുണി വേണം കീറിയിക്ക, ഇങ്ങനെ നടക്കാ പുറകില്. ഓൾക്ക് ആവശ്യപ്പെട്ടത് പോലും കൊടുത്തില്ല, അർഹതപ്പെട്ടത് പോലും കൊടുക്കുന്നില്ല. അപ്പൊ ഹിന്ദിനോട് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് എടുക്കാവൂ, എത്തിക്കാനിലാക്കിയേക്കരുത്. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. നിങ്ങൾ എന്തിനാ പേടിക്കണേ? നിങ്ങൾ കൊടുക്കുന്നവരല്ലേ, അപ്പോൾ ഓൾ എടുക്കൂല. കൊടുക്കാത്തവനല്ലേ പേടിക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആര് പറയണം നമ്മൾ നല്ലവനാണെന്ന്? ആര് പറയണം? നമ്മുടെ ഭാര്യ പറയണം. നബിതങ്ങളുടെ ഭാര്യയോട്, ആയിഷ ബീവിയോട് ചോദിച്ചു, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? ഖാന ഖുലുഖുഹു ഖുർആൻ, എൻ്റെ ഭർത്താവ് ഖുർആനായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് നല്ല ഭർത്താവായി, മാതൃകപരമായിട്ടുള്ളൊരു ഭർത്താവായി ജീവിക്ക്. നിന്റെ ഭാര്യ പറയണം, എൻ്റെ ഇക്കച്ചി നല്ലതാ. ഇക്കാന്നല്ലേ വിളിക്കുക അവിടെ? ഭർത്താവിന് എന്താ വിളിക്കുക? മാപ്പിളയോ? അല്ലാഹു ഇതിലൊക്കെ ആവട്ടെ, ചീത്ത വിളിക്കാതിരുന്നാ മതിയായിരുന്നു. ഇക്ക അല്ലേ? എൻ്റെ ഭർത്താവ്, എൻ്റെ മാപ്പിള നല്ലതാ, എൻ്റെ ഇക്ക നല്ലതാന്ന് ആര് പറയണം? ഭാര്യ പറയണം. അൽഹംദുലില്ലാ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിലും നമ്മളെ ജോഡികളാക്കി തരുമാറാകട്ടെ. ആകണ്ടേ ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് വേണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈ പൊക്കിക്കേ. സ്റ്റേജിലിരിക്കണവരൊക്കെ പൊക്കിക്കോ. ലൈവാ ഉണ്ടാ, പലരുടെയും കൈ ഇങ്ങനെ ഇരിക്കുക. പൊക്കണോ അല്ല, വേണോ അല്ല. ഈ ഇരിക്കണത് അധികം പേരും പെണ്ണ് കെട്ടിയവരാ, എന്നിട്ടും പൊക്കണില്ല. അതെന്തേ നിനക്ക് മനസ്സിലായി? സിറാജ ഓള് സ്വർഗത്തിലുണ്ടോന്ന്. പോട്ടെ, അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. ഇത് പറഞ്ഞപ്പോ, ഇത്രയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പെണ്ണുങ്ങളുടെ തല ഈ ബിൽഡിങ്ങിന്റെ മുകളിലെത്തി. അവരൊക്കെ ഇങ്ങനെ പൊങ്ങി മുകളിൽ നിൽക്കുക. അൽഹംദുലില്ലാ, ഇപ്പൊ സ്വർണം ചോദിച്ചാൽ അവർ ഊരി തരും. ആ അവസ്ഥയിൽ അവർ നിൽക്കുന്നത്. ഇനി പെണ്ണിന് സ്വർഗത്തിൽ പോകണമെങ്കിലോ? ഇത് ഭർത്താവിന്റെ കാര്യം. ഇനി ഭാര്യയുടെ കാര്യമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്തത്ത് യുദ്ധം കഴിഞ്ഞ് നബിതങ്ങളും സ്വഹാബത്തും മടങ്ങി വരികയാ. അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും അവിടെ നിന്നും മടങ്ങി വരുമ്പോ വലിയ യാത്രയാണ്, മലമൂത്ര വിസർജനം നടത്തണമല്ലോ. അങ്ങനെ പടച്ചവനെ, നബിതങ്ങളും സ്വഹാബത്തും യാത്ര നിർത്തുകയാണ്. ഒരു സ്ഥലത്ത് യാത്ര നിർത്തി നബിതങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു. ആയിഷ ബീവി നബിതങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു, നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി കടന്നുപോയി. അവസാനം തിരിച്ചു വന്നു തന്റെ ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കയറുകയാണ്. ആയിഷ കയറുന്നതെല്ലാവരും കണ്ടു, അല്ലാഹുവിന്റെ റസൂല് കണ്ടു. ആയിഷ ബീബി കയറി കഴിഞ്ഞപ്പോ നബി തങ്ങളുടെ സ്വഹാബത്തിനെ പറഞ്ഞു വിടുകയാണ്. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നു പോവുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷ ബീബിയുടെ മാല കാണുന്നില്ല. ആയിഷ ബീബിക്ക് മനസ്സിലായി, ഞാൻ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആയിഷ ബീബി പുറത്തേക്ക് നോക്കുകയാണ്. നബി തങ്ങളെ കാണുന്നില്ല, സ്വഹാബത്തിനെ കാണുന്നില്ല. ഒരാളോട് പറയാൻ പറ്റുന്നില്ല. പടച്ചവനെ ആരെയും കാണാതെ വന്നപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല ചിന്തിച്ചു, ഓടിച്ചെന്നെടുത്തുകൊണ്ട്
കൊണ്ടുവരാ. ആരോടും പറയാതെ ആയിഷ ബീബി ഇറങ്ങി പോവുകയാണ്. ആയിഷ പോയതാരും കണ്ടില്ലടോ. അവസാനം നബിതങ്ങളും സ്വഹാബത്തും മടങ്ങി വന്നു. എല്ലാവരും വാഹനത്തിൽ കയറി. ആയിഷ കേറിയത് നേരത്തെ കണ്ടതുകൊണ്ട് ചോദിച്ചില്ല. പടച്ചവനെ, യാത്ര തുടരുകയാണ്. ഒട്ടകക്കട്ടിലിൽ ആയിഷ ഇല്ലാത്തത് തിരിഞ്ഞില്ലടോ. കാരണം ആയിഷയ്ക്ക് വെയിറ്റ് കുറവായിരുന്നു. അതുകൊണ്ട് ചുമന്നവരും അറിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, യാത്ര ഒരുപാട് സഞ്ചരിച്ചു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് തിരിച്ചു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാണാനില്ല. നബിതങ്ങളും സ്വഹാബത്തും പോയിരിക്കുകയാ. പടച്ചവനെ, എന്തു ചെയ്യണമെന്നറിയില്ല. ആ ഒരു ചെറിയ പെൺകുട്ടി വഴിയോരത്തിരുന്ന് കരയുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ കരയുകയാണ്. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി തന്റെ വദാ കുതിരപ്പുറത്ത് വരികയാണ്. ഏറ്റവും പുറകിലാണ് വരുന്നത്. ഒറ്റയ്ക്ക് വരാനുള്ള കാരണം എന്താ? നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാൻ, കളഞ്ഞു പോകുന്നത് എടുത്തുകൊണ്ടുവരാൻ ഏറ്റവും പുറകിൽ വരുന്ന സ്വഹാബിയാണ്. സഫ്വാൻ തങ്ങൾ നോക്കുമ്പോ ഒരു പെണ്ണിരുന്ന് കരയുകയാണ്. ആരാരുമില്ലാത്ത ഒരു വഴിയോരത്തൊരു പെണ്ണിരുന്ന് കരയുകയാണ്. സഫ്വാൻ ചോദിക്കുന്നു, ആരാ ഇവിടെ ഇരുന്ന് കരയുന്നതാരാ? അവിടെന്ന് പറഞ്ഞു, ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷയാ. ഇന്നാ ലില്ലാഹി ഇന്നാ ലില്ലാഹി. സഫ്വാൻ തങ്ങൾക്ക് ആയിഷയാണെന്ന് മനസ്സിലായി. മുമ്പ് ശബ്ദം കേട്ട പരിചയമുണ്ട്. ഉടനെ ചാടി ഇറങ്ങി, കേറുമ്മ, ഇവിടെ ഇരിക്കല്ലേ ഉമ്മ, ഈ വാഹനത്തിന്റെ മുകളിലേക്ക് കേറുമ്മ, ഞാൻ നടക്കാമുമ്മ, കയറ് പിടിച്ചുകൊണ്ട് ഞാൻ നടക്കാമുമ്മ, വേറെ വഴിയില്ലാത്തത് കാരണം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് വാഹനത്തിന്റെ മുകളിൽ കയറുകയാണ്. പടച്ചവനെ, യാത്ര തുടരുകയാണ്. നബിതങ്ങളും സ്വഹാബത്തും മണിക്കൂറുകൾ രാത്രി മുഴുവനും സഞ്ചരിച്ചു. രാവിലെയാകാ സമയമാകുമ്പോഴാണ് ആയിഷയില്ലെന്നറിയുന്നത്. നബിതങ്ങളുടെ ഭാര്യയെ കാണുന്നില്ല. വലിയ പ്രശ്നമായടോ. എല്ലാവരും ഒരുമിച്ച് കൂടിയടോ. എന്ത് സംഭവിച്ചതെന്നും ഒരാൾ, ആയിഷ നല്ലവളാണ്, അവളെ എനിക്ക് വിശ്വാസമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇങ്ങനെ പറയുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് ഇങ്ങനെ പറയുമെന്ന് തോന്നുന്നുണ്ടോ? പെങ്ങളെ, നല്ലവളാണെങ്കിലേ പറയൂ. നീ നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കണം. നീ ചെയ്യേണ്ടത് ചെയ്യണം. നീ നല്ലവളായ നിന്റെ ഭർത്താവ് പറയും നീ നല്ലവളാണെന്ന്. ആ മനുഷ്യന്റെ പൊരുത്തമില്ലാതെ അള്ളാന്റെ സ്വർഗത്തിൽ നീ കടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഈ ചരിത്രം പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ടോ. ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കൂടെ കടന്നവളെ വിശ്വാസമുണ്ടാകണം. കൂടെ കടന്നവളെ വിശ്വാസമുണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏതെങ്കിലും ഒരുത്തം പറഞ്ഞു, വാട്സപ്പിൽ മെസ്സേജ് എഴുതി, അല്ലെങ്കിൽ അവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് കണ്ടു, അല്ലാ പടച്ചവനെ, നിന്റെ 25 കൊല്ലം കൂടെ കടന്നവളെ വിശ്വാസമില്ല. 25 കൊല്ലം 10ഉം 20ഉം കൊല്ലം നിന്റെ കൂടെ കടന്നവളെ നിനക്ക് വിശ്വാസമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നീ എന്തു പറയും? ഞാൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് വാരിക്കെട്ടി പൊക്കോളാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വിശ്വാസം. ഒരു മെസ്സേജ് കണ്ടാൽ, അല്ലെങ്കിൽ ഒരു കോള് വിളിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് കണ്ടാൽ അതിൻ്റെ പേരിൽ തന്നെ ബദർ യുദ്ധം നടത്തുന്ന ഒരുപാട് ഭർത്താക്കന്മാർ, ഒരുപാട് ഭാര്യമാർ. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവർക്കും മൊബൈലുണ്ടോ? ഉള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. മൊബൈലുള്ളവരൊക്കെ ഒന്ന് കള്ളം പറയണ എന്തിനാ? ഒന്ന് കൈവക്കിക്കുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ, ഈ കോടികളിരിക്കുന്ന ബാങ്കിന് പോലും ഇല്ല. കോടികൾ വെച്ചിരിക്കുന്ന ബാങ്ക് ഉണ്ടല്ലോ, പൈസ ഉള്ള വലിയ വലിയ SBIയും സ്റ്റേറ്റ് ബാങ്ക്, ഒരു വലിയ ബാങ്കുകളുണ്ടല്ലോ. ആ ബാങ്കിന്റെ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്ക ഈ കൈവക്കിയവരുടെയൊക്കെ ഫോണിന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ കോടിക്കണക്കിന് രൂപ വെച്ചിരിക്കുന്ന ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്ക നമ്മുടെ ഫോണിന്.
പെണ്ണുമ്പിള്ളയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഈ സാധനം ഇങ്ങനെ വെക്കാൻ ധൈര്യമുണ്ടോ? ലോക്ക് അഴിച്ചിട്ട് ഭാര്യയുടെ മുമ്പിൽ കൊണ്ടുവെക്കാൻ ധൈര്യം ഉണ്ടോ വാപ്പ? പേടിയാ. നീയാ ഓളെ കുറ്റം പറയുക. ഭർത്താവ് ഭാര്യയുടെ ഫോൺ എടുക്കാൻ പാടില്ല. എന്തിനാ? നിങ്ങൾക്ക് സംശയ. ഭർത്താവ് ഭാര്യയുടെ ഫോൺ എടുക്കരുത്. ഓന് സംശയം. ഓഹ്, ഇവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചിലത് കക്കൂസി പോകുമ്പോഴും ഇതും കൊണ്ടാ പോണേ. ബാത്റൂമിൽ പോകുമ്പോൾ പോലും ഇത് താഴെ വെക്കാറില്ല. എന്തിനാണ് ചങ്ങായി ലോക്ക്? എന്തിനാ ലോക്ക്? മറച്ചു വെക്കാൻ എന്തെങ്കിലും ഉണ്ടില്ലേ? മറച്ചു വെക്കാനുള്ളത് കൊണ്ടല്ലേ. കുറെ കാലം നമ്മൾ പറഞ്ഞു, ഉസ്താദെ കുട്ടികൾ ഗെയിം കളിക്കാതിരിക്കാൻ വേണ്ടിയാ ലോക്ക് ഇട്ട് വെച്ചേക്കണേ. നിന്റെ ഈ പട്ടി എറിയുന്ന ഫോൺ എന്തിനാ മക്കൾക്ക്? അവൻ തലകണയുടെ അത്രയുള്ള സാധനം കൊണ്ടാ നടക്കണേ. ഇന്ന് കൊച്ചു കുട്ടികളുടെ കയ്യിലിരിക്കണത് വലിയ ഇറങ്ങിയപ്പോൾ ഒരു വാപ്പ പറഞ്ഞു, ഉസ്താദ് ഒരു ഫോട്ടോ എടുക്കണമെന്ന്. ഞാൻ നിന്നു കൊടുത്തു. ആ വാപ്പ എടുത്ത ലോക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വല്ലാത്ത ലോക്ക. അതൊക്കെ മനസ്സിലാകാത്ത ലോക്ക്. ഇസഡൊന്നുമല്ല, ഒരു വല്ലാത്ത ലോക്ക്. ഇതുപോലെയുള്ള ലോക്ക ഓരോ മനുഷ്യന്മാര്. ഭാര്യ ഭർത്താവിന്റെ ഫോൺ എടുക്കാൻ പാടില്ല, ഭർത്താവ് ഭാര്യയുടെ ഫോൺ എടുക്കാൻ പാടില്ല. പരസ്പരം മറച്ചു വെക്കുന്നു. സംശയം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം, വൈരാഗ്യം, വാശി, ചതിയും വഞ്ചനയും അതൊന്നും പാടില്ലടോ. ഇതിനാ ഭാര്യയല്ലേ, ഭർത്താവല്ലേ, സ്നേഹത്തോടെ ജീവിക്കടോ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്തിനാ സഹോദര നമ്മൾ ഈ മറച്ചുവെക്കലും ഒളിച്ചുവെക്കലും പറ്റിക്കലും ഒക്കെ? എന്താ ചതിയൊക്കെ? എന്തിനാ വഞ്ചന കാണിക്കണം? എന്തിനാ? നിനക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഓളോട് പോയി പറഞ്ഞാൽ പോരെ, എനിക്ക് ഒന്നുകൂടെ കെട്ടണമെന്ന്. ഓള് സമ്മതിക്കുമല്ലോ, പോയി കെട്ടി. ഒളിച്ചും പാത്തും എന്തിനാ നടക്കണേ? നിനക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കണം. എടി, എനിക്ക് നിന്നെ കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നുകൂടെ കഴിക്കണം. ഇക്ക ധൈര്യമായിട്ട് പോയി വിവാഹം കഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന നല്ല ഭാര്യ പറയും, നിങ്ങൾ ഈ ഒളിച്ചും പാത്തും നടക്കുന്ന എന്തിനാ? പോയി പറഞ്ഞു നോക്കപ്പ അറിയാം. അല്ലാഹു, എനിക്ക് ലൈവ് ആയതുകൊണ്ട് പേടിയാ എന്തെങ്കിലും പറയാൻ. പ്രസംഗമൊക്കെ ഒരുപാട് കേസുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെണ്ണുങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഞാൻ പണ്ട് 10 കൊല്ലം കണ്ടായിപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 9 or 10 വർഷം മുമ്പ് ഞാൻ പ്രസംഗിച്ചു, പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. 10-29 കേസുണ്ട് എനിക്കിപ്പോൾ അതിൽ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെണ്ണുങ്ങളെ ഇടിയെന്ന് പോലും വിളിക്കാൻ പാടില്ല എന്നാ. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, സ്നേഹിക്കടോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കാണിക്ക്. കുടുംബജീവിതത്തിൻ്റെ വിലയും മഹത്വവും ഒക്കെ പഠിക്കുക. എന്താ പ്രതിഫലം? എന്താ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ വലുപ്പം നിങ്ങൾക്കറിയോ? എൻ്റെ പൊന്നാര ചങ്ങാതി, അല്ല പറഞ്ഞ എന്താണെന്നറിയോ? അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, വിവാഹം കഴിച്ചാൽ അവന് സമാധാനമുണ്ടെന്ന്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വിവാഹം കഴിച്ചാൽ എന്ത് കിട്ടും? വിവാഹം കഴിച്ചാൽ എന്ത് കിട്ടും? നിങ്ങൾ എന്തും ഉണ്ടായിരിക്കണേ. വിവാഹം കഴിച്ചാൽ എന്ത് കിട്ടും? ഇവിടെ സ്വർഗമാണ്. നിങ്ങറിയോ, ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ വിട്ടു. നമ്മുടെ ആഗ്രഹം എവിടെ പോണമെന്നാ? സ്വർഗത്തിൽ പോണമെന്ന്. ഈ ആദം നബി അള്ളാഹു സ്വർഗത്തിൽ വിട്ടു. ആദം നബി സ്വർഗത്തിലൂടെ ഇങ്ങനെ തിന്നും കുടിച്ചും ആസ്വദിച്ചു ഇങ്ങനെ നടക്കാൻ. അള്ളാഹു ചോദിച്ചു, ആദമേ, നിനക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത? ഈ സ്വർഗം തന്നിട്ട് പോലും നിനക്ക് സന്തോഷമില്ലാത്ത എന്താ? സ്വർഗത്തിലില്ലാത്ത ഒന്നുമില്ലല്ലോ. ഇത്രയും അനുഗ്രഹം അള്ളാഹു കൊടുത്തിട്ടും ആദം നബിയുടെ മുഖത്തൊരു സന്തോഷമില്ല. അപ്പൊ അല്ല ചോദിച്ചു, എന്താ നിന്റെ പ്രശ്നം? അല്ലാ, എന്തോ ഒരു കുറവുള്ളതുപോലെ, എന്തോ ഒരു കുറവ്, ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നിട്ടൊരു രസമില്ലെന്ന്. പടച്ചവൻ എന്തോ ഒരു കുറവുള്ളതുപോലെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നപ്പോ എന്തോ പോലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെ കൊടുത്തപ്പോഴാണ് ആദം നബി പറഞ്ഞത്, ഇപ്പോഴാ ശരിയായെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ കല്യാണം കഴിച്ച, അപ്പൊ നിങ്ങൾ പറ, സ്വർഗമാണോ വലുത്? ഇവിടെ ഭാര്യയും ഭർത്താവും ജീവിക്കേണ്ടതുപോലെ ജീവിച്ച ആ ജീവിതമാണോ സ്വർഗം? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതാണ് ജീവിതം. ഏറ്റവും കൂടുതൽ ആനന്ദം, സന്തോഷം ലോകത്ത് അതിനേക്കാളും വേറെ ഒന്നുമില്ലടോ. ആ കുടുംബ ജീവിതത്തിൽ കിട്ടുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ കിട്ടുന്നതിനേക്കാളും സന്തോഷവും സമാധാനവും ലോകത്ത് വേറെ ആർക്കും തരാൻ പറ്റൂല. പക്ഷെ അതങ്ങനെ ആയിരിക്കണം. എന്താണെന്നറിയോ? ഇവിടെ നമ്മള് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി. ഇന്ന് വയത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇങ്ങോട്ട് വന്നത് 2 2ആയിട്ടാണ്. തിരിച്ച് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി.
നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് മഹാനായി നബിയിന റസൂലുള്ളാഹി. ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിക്കണം, ഫോട്ടോ എടുക്കാനും നാട്ടുകാരെ കാണിക്കാനും അല്ല. അത് ആരും ഇല്ലാത്തപ്പം ഈ റോഡിൽ കൂടെ ബൈക്കിൽ പോകും, അത് വേറെ. തലയിൽ കൂടെ കയറിയിരിക്കുന്നേ, അതൊക്കെ അഭിനയം, അതൊന്നുമല്ല. യഥാർത്ഥ സ്നേഹമെന്ന് പറഞ്ഞ നടന്ന് വീടിന്റെ മുമ്പിലായി ആരുമില്ല, ആ ഇടവഴിയിലൂടെ പോകുമ്പോ ലൗബേഴ്സുകൾ പോകുന്നത് പോലെ ഭാര്യയും ഭർത്താവും കെട്ടിപ്പിടിച്ചവരുടെ കയ്യിലൊന്ന് പിടിച്ചു കൊണ്ടുപോ. രണ്ടുപേരും ചെയ്ത പാപം അല്ലാഹു പുറത്തു തരുമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി. ഒന്ന് ചിരിക്ക് ചങ്ങാതി, നീ നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്ക്, നീ നിന്റെ ഭാര്യയോടൊന്ന് സംസാരിക്ക്. അങ്ങനെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കണം, ഭാര്യയുടെ മുഖത്ത് നോക്കി സംസാരിക്കണം. നമ്മളോ അയൽവാസിയുടെ പെണ്ണുമ്പിള്ളയെ കാണുമ്പോ ആമിന സുഖമാണോടി, കാക്കാക്കൊക്കെ സുഖമാണോ, അങ്ങനെ വിശേഷം. നമ്മുടെ ഭാര്യയെ കാണുമ്പോൾ കടന്തര് കുത്തികൂരിയിരിക്കും. അതാ നമ്മുടെ വ്യത്യാസം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അത്രയ്ക്കും പുണ്യമുണ്ടോ കുടുംബജീവിതത്തിന്. അതുകൊണ്ട് സ്നേഹിക്കുക വാപ്പ, പരസ്പരം തല്ലും വാശിയും വൈരാഗ്യമൊക്കെ കളഞ്ഞ് ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കടോ മരിക്കുന്ന കാലം വരെ. അള്ളാഹു നമ്മുടെ ജീവിതം അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതം അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അപ്പൊ ജീവിക്കേണ്ടതുപോലെ ജീവിക്കണം. സമയമായില്ലേപ്പാ, 11:15. ഒരു ചരിത്രം കൂടെ കേൾക്കാൻ സമയമുണ്ടോ? ഒരു ചരിത്രം കേൾക്കാൻ? ഞാൻ പറയുന്ന ഭാര്യയും ഭർത്താവും പിരിവ് വേണ്ടല്ലോ. അപ്പൊ പിരിവുണ്ടോ? അല്ലാ, അത് പറയുമ്പോഴേ എനിക്ക് പേടി. അൽഹംദുലില്ലാ. ഇനി ഇവിടെ പിരിക്കാന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്തെന്നറിയോ? ഈ റോഡിലൂടെ പോകുമ്പോൾ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന ആളെ കണ്ടിട്ടുണ്ടാ? ഓൻ്റെ അടുത്ത് പോയിട്ടൊരു ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ ഓനൊരു 3 കരിമ്പെടുത്താൽ മെഷീനകത്ത് കയറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും അടിക്കും. അടിച്ചടിച്ചടിച്ചടിച്ച് അതിൻ്റെ എല്ലാ ചാറും ഊറ്റിയെടുക്കും. എന്നിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ മടക്കും. നമ്മൾ വിചാരിക്കും കളയാനാണെന്ന്. അല്ല, അങ്ങനെ മടക്കിയിട്ട് ഒരു ഇഞ്ചിയും ഒരു നാരങ്ങായും വെച്ച് വീണ്ടും ഒരു അടിയുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി ഇവിടെ പിരിക്കുക എന്ന് പറഞ്ഞാൽ ആ അടിയെ അടിക്കണ്ടേ? ഇനി പിരിവെന്ന് പറയുന്നത് അൽഹംദുലില്ലാ ആ കിട്ടുന്ന ബിൽഡിംഗ് അല്ലേ? അതല്ലേ? അൽഹംദുലില്ലാ. ഇതൊക്കെ നിങ്ങൾ കൊടുത്തിട്ടാ ഇത്രയായത്. അൽഹംദുലില്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ. പള്ളിയുടെയും മദ്രസയുടെയും വരുമാനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹിക്കണം. ഭാര്യയും ഭർത്താവും സ്നേഹിക്കണം. അവരടിച്ചു പൊളിക്കണം. അവർ സന്തോഷത്തോടെ ഇരിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഹജ്ജിന് പോകുമ്പോൾ, ഉംറയ്ക്ക് പോകുമ്പോൾ, കറങ്ങാൻ പോകുമ്പോൾ ആരെ കൊണ്ടുപോകണം? യാത്ര പോകുമ്പോൾ ആരെ കൊണ്ടുപോകണം? ടൂറ് പോകുമ്പോൾ ആരെ കൊണ്ടുപോകണം? ടൂറ് പോകേണ്ടത് ആരുടെ കൂടെയാ? ഭാര്യയുടെ കൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. ജീവിച്ചിരുന്ന എല്ലാ ഭാര്യമാരെയും കൊണ്ടുപോയി ഹജ്ജിന് പോയപ്പോൾ. നമ്മളോ ഹജ്ജിന് പോയിട്ട് ഊട്ടി പോകുമ്പോൾ പോലും ഒറ്റയ്ക്കേ പോകത്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, സ്നേഹിക്കണം, സ്നേഹിക്കണം നമ്മൾ. അള്ളാഹു നമുക്ക് സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പഠിപ്പിച്ചതാരാ? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ്. ഖദീജ ബീവിയുടെ പ്രായം 40 വയസ്സ്. ഈ 40 വയസ്സുള്ള ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 25കാരൻ 40കാരിയായ ഖദീജയെ വിവാഹം കഴിച്ചു. നല്ല രീതിയിൽ. ആരും പിടിച്ച് കെട്ടിച്ചതൊന്നുമല്ല, അത് വേറെ. പ്രേമിച്ചിട്ട് തലയെ കുലുങ്ങിയതൊന്നുമല്ല. നബിതങ്ങൾ വിവാഹം കഴിച്ചതാ. 40 വയസ്സുകാരിയായ ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ നബിതങ്ങൾ വിവാഹം കഴിച്ചു. 15 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് ഭാര്യയും ഭർത്താവും. ഇവർ രണ്ടുപേരും കുടുംബജീവിതം നയിച്ചത് 25 കൊല്ലം. എത്ര കൊല്ലം? 25 വർഷമാണ് ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചത്. നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 65 വയസ്സായി. 65 വയസ്സുള്ള ഖദീജ ബീബി ഒരു ദിവസം കുളിച്ച് ഒരുങ്ങി നല്ല വസ്ത്രവും ധരിച്ച് വീടിന്റെ വാതിലിൽ ഇങ്ങനെ നിൽക്കുന്നു. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളെ ചിരിക്കുന്ന മുഖത്തോടെ സലാം അടക്കി അവിടെ നിന്ന് സ്വീകരിച്ചു. കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. നബിതങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നപ്പോ ഖദീജ ബീബി ഭക്ഷണം എടുത്തു വെച്ചിട്ട് നബിതങ്ങളുടെ കൂടെ പോയിരുന്നു. രണ്ടുപേരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കണേ. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ ഖദീജ ബീബി നബിതങ്ങളോട് ചോദിച്ചു, നബിയെ, ഞാൻ അല്പം ഭക്ഷണം വാരി തരട്ടെ? 65 വയസ്സുണ്ട്.
നബിതങ്ങളോട് ചോദിച്ചു, ഞാൻ അല്പം ഭക്ഷണം വാങ്ങിച്ച് വാരി തരട്ടെ? താ ഖദീജ. ഖദീജ ബീബി നബിതങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുത്തു. നബിയെ, എനിക്കും ഇത്തിരി വാരിത്താ നബിയെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഹണിമൂണ് പോയപ്പോഴാണ് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഐസ്ക്രീം ഒരു പാത്രത്തിൽ നിന്ന് തിന്നത്. പിന്നെ ഇതുവരെ തിന്നിട്ടില്ല. നമ്മൾ ഒരുമിച്ച് പോലും ഇരുന്ന് കഴിക്കൂല. ഖദീജ ബീബി നബിതങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുത്തു. നബിതങ്ങൾ ഖദീജ ബീബിക്ക് ഭക്ഷണം വാരി കൊടുത്തു. ഇതാ ഭാര്യയും ഭർത്താവും. ഇതാണ് ഭാര്യയും ഭർത്താവും. പണ്ടായിരുന്നു അങ്ങനെ, ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് നബിതങ്ങൾ ഇങ്ങനെ വിശ്രമിക്കാൻ ഇങ്ങനെ ഇരുന്നപ്പോ ഖദീജ ബീവി ചോദിച്ചു, നബിയെ, ഞാൻ ആ മടിയിലൊന്ന് തലവെച്ച് കിടന്നോട്ടെ? കിടക്ക് ഖദീജ, കിടക്ക് ഖദീജ. നമ്മളോ ഓളുള്ള റൂമിലും നീ നിന്റെ റൂമിലും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ അങ്ങനെ 10-50 വയസ്സ് കഴിഞ്ഞ ഭർത്താവ് ഭർത്താവിന്റെ റൂമിൽ, ഭാര്യ ഭാര്യയുടെ റൂമിൽ, പരസ്പരം കിടക്കാറില്ല. 65 വയസ്സുള്ള ഖദീജ ബീവി നബിതങ്ങളുടെ മടിയിൽ കിടന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ നബിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ കണ്ണെടുക്കണില്ല, ചിരിക്കുന്നുണ്ട്. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ നീ എന്നെ ഇങ്ങനെ നോക്കണേ? എന്നാ ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്. 65 വയസ്സുള്ള ഭാര്യ നബിതങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്നാ സൗന്ദര്യ നബിയങ്ങൾക്ക്. അപ്പൊ നബിതങ്ങൾ വിട്ടുകൊടുത്തില്ല. 25 കൊല്ലമായില്ലേടി എന്നെ കാണാൻ തുടങ്ങിയിട്ട്? 25 കൊല്ലമായില്ലേ? ഇങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഖദീജ ബീബി റളിയല്ലാഹു തആല നബിതങ്ങളുടെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, നബിയെ, നമ്മൾ രണ്ടുപേരും ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. ഈ 25 വർഷത്തിന്റെ ഇടയിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണം നബിയെ. നബിതങ്ങൾ ചോദിച്ചു, എന്തു പറ്റി ഖദീജ ഇന്ന് പതിവില്ലാതെ പൊരുത്തമൊക്കെ ചോദിക്കണേ? എന്തു പറ്റി ഖദീജ നീ എന്നോട് പൊരുത്തം ചോദിക്കണേ? ഖദീജ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു, നബിയെ, എനിക്ക് പോകാൻ സമയമായി നബിയെ, എൻ്റെ മരണം അടുത്തിരിക്കുന്നു നബിയെ, എനിക്ക് പൊരുത്തം തരുവോ? നബിതങ്ങൾ വാ പൊത്തിപ്പിടിച്ചടോ ഖദീജയുടെ. ഖദീജ ബീവിയുടെ വാ പൊത്തിപ്പിടിച്ചു. നീ എന്തേ ഖദീജ പറയണേ? ആരാ ഖദീജ എന്നറിയോ? 25 വർഷം ഒരു ലോകത്ത് അള്ളാഹു ഖദീജ ബീവിക്ക് സ്വർഗത്തിൽ കൊടുക്കുന്ന പ്രതിഫലം ഒരു മുത്തുകൊണ്ട് പണിത കൊട്ടാരവാ. ഒരു മുത്തുകൊണ്ട് പണിത ഒരു നിന്നെക്കുറിച്ച് എനിക്ക് പറയാൻ ഒരു പരാതിയില്ല ഖദീജ, എനിക്ക് പൊരുത്തവാ ഖദീജ നിന്നോട്. ഖദീജ ബീബി റളിയല്ലാഹു തആല ചാടി എഴുന്നേറ്റു, നബിതങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് സന്തോഷം കൊണ്ട് ചുംബനം കൊടുത്തു. ആ 65 വയസ്സുകാരി നബിതങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്നുണ്ട്. അള്ളാന്റെ റസൂലിനോട് അവസാനം ഖദീജ ബീബി ചോദിച്ചു, നബിയെ, എനിക്കൊരു 3 ആഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരുമോ? എനിക്കൊരു 3 ആഗ്രഹമുണ്ട് നബിയെ, സാധിപ്പിച്ചു തരുമോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലേ നബിതങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ? ഖദീജ ബീബി റളിയല്ലാഹു തആല എന്നൊക്കെ പറഞ്ഞു, നബിയെ, എൻ്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. എൻ്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല നബിയെ. എൻ്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഒരു പെണ്ണുപോലും എൻ്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയെ. എൻ്റെ ജനാസ നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. എന്റെ ജനാസ നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. പെങ്ങളെ, നല്ലതുപോലെ കേൾക്കണം. നീ നടുറോഡിലൂടെ ജനങ്ങൾ കാണട്ടെ എന്ന് പറഞ്ഞിട്ടുകൊണ്ട് നടക്കുന്നവളാ. കടയിൽ ചെന്ന് ഇട്ടു നോക്കിയിട്ടാണ് എന്റെ പെങ്ങള് ഫർദ വാങ്ങുന്നത്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഫർദ, അവൾക്ക് ശരീരത്തിന് ചേർന്ന ഫർദ ഇട്ടു നോക്കിയിട്ടാണ് വാങ്ങുന്നത്. എന്നിട്ട് രണ്ടാമത് കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്യുകയാ, കാരണം തന്റെ മസിൽ പുറത്ത് കാണാൻ. എന്നാ ഖദീജ ബീബി റളിയല്ലാഹു തആല നിബിതങ്ങളോട് പറയുന്നു, എന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ, എന്റെ ജനാസ കുളിപ്പിക്കുമ്പോൾ പെണ്ണുങ്ങൾ എന്റെ ശരീരം കാണും നബിയെ. എനിക്കിഷ്ടമല്ല നബിയെ. നിങ്ങൾ കണ്ടതിന് ലോകത്തൊരാളും കാണരുത്, ഒരാളും തുടരുത്. അതുകൊണ്ട് നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കണം. നബിതങ്ങൾ മിണ്ടുന്നില്ല. ഖദീജ കരയുന്നു, സമ്മതിക്കു നബിയെ, സമ്മതിക്കു നബിയെ. അവസാനം അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സമ്മതിക്കുകയാണ്. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ?
കപട സ്നേഹമല്ല ചെറുപ്പക്കാരാ. വഅദ് കേൾക്കുന്ന പെങ്ങളെ, യഥാർത്ഥ സ്നേഹമാണ് പറയുന്നത്. ഇതിനാണ് പ്രേം, ഇതാണ് സ്നേഹമെന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് നിങ്ങളില്ലാതെ ഉറങ്ങാൻ പറ്റില്ല നബിയേ, നിങ്ങളില്ലാതെ എനിക്ക് ഉറക്കം വരില്ല നബിയേ. അതുകൊണ്ട് എന്റെ ജനാസ പൊതിയുമ്പോ അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാൾ എനിക്ക് തരണേ നബിയേ. അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാളുണ്ടല്ലോ, അതെന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ. കാരണം ഖിയാമത്ത് നാട് വരെ ഖബറിന്റെ അകത്ത് കിടക്കാനുള്ളതാണ്. എനിക്ക് നിങ്ങളുടെ സുഗന്ധമില്ലെങ്കിൽ പറ്റൂല നബിയേ, നിങ്ങളുടെ സുഗന്ധമില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല നബിയേ, നിങ്ങളുടെ ആ ഷാളെങ്കിലും എനിക്ക് വേണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് സമ്മതിക്കുകയാണ്. ഖദീജയുടെ മൂന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ ഖബറിലിറക്കി വെക്കാ, നിങ്ങൾ വേണം എന്റെ ഖബറിനകത്തിറങ്ങാൻ, നിങ്ങൾ വേണം എന്റെ ജനാസ ഖബറിലിറക്കി വെക്കാൻ, അങ്ങയുടെ കൈ കൊണ്ട് വേണം എനിക്ക് മണ്ണ് വാരി വെക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് സമ്മതിച്ചടോ. ഖദീജ ബീവി ലോകത്തോട് വിട പറയുകയാണ്. മുത്തുനബിയാണ് ഖദീജയുടെ ജനാസ കുളിപ്പിച്ചത്, നബി തങ്ങളുടെ ജനാസ കുളിപ്പിച്ചത് നബി തങ്ങളാണ്. റബ്ബേ, കഫം പൊതിയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ ചുമലിൽ കിടക്കുന്ന ഷാൾ എടുത്ത് ചുംബിക്കുകയാ. ഖദീജ ബീവിയുടെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാണ്. നിസ്കാരം കഴിഞ്ഞ് ജനാസ ഖബറിലേക്ക് ഇറക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഖബറിനകത്ത് ഇറങ്ങിയടോ. ഖദീജ ബീവിയുടെ ജനാസ ഇറക്കി വെക്കുകയാണ്. പടച്ചവനെ, നബി തങ്ങളാണ് പിടിമണ്ണ് വാരി വെച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. ഖദീജ ബീവിയുടെ കഫം തുണി പോലും നനയുകയാ. പടച്ചവനെ, ഖബറടക്കിയിട്ട് തീർന്നില്ല ചെറുപ്പക്കാരാ. മരിക്കുന്ന കാലം വരെ ഖദീജ എന്ന് പറഞ്ഞ നബിതങ്ങൾ കരയുമായിരുന്നു. പിന്നെ ഒരുപാട് വിവാഹം കഴിച്ചു. നബിതങ്ങൾക്ക് ഖദീജ 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 എന്ന് പറഞ്ഞാലും നബിതങ്ങൾ പറയും, എന്റെ ഖദീജ എങ്ങനാ, എന്റെ ഖദീജ ഇങ്ങനാ. ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താ ഖദീജ ബീവിയുടെ ഫ്രണ്ടിന് കൊടുത്തു വിടും ആ ഭക്ഷണം. തന്റെ ഭാര്യയോടുള്ള സ്നേഹം കാരണം പടച്ചവനെ, എപ്പോഴും തന്റെ ഖദീജയെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഒരിക്കൽ ആയിഷ ബീവിക്ക് ദേഷ്യം വന്നപ്പോ അവിടെന്ന് ചോദിച്ചു, ഈ കിളവിയോടെന്തേ ഇത്ര സ്നേഹമെന്തേ, വേറെ പെണ്ണുങ്ങളാരുമില്ലേ? മുത്തുനബി കരഞ്ഞടോ. തന്റെ ഖദീജാനെ കിളവി എന്ന് വിളിച്ചത് സഹിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. അപ്പോഴും പറഞ്ഞു, ആയിഷ, നീയൊന്നും എന്റെ ഖദീജയെ പോലെയാകില്ല ആയിഷ. ഇതിനാ സ്നേഹമെന്ന് പറയുന്നത്, ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്ന. പറയണ്ട രണ്ടാമത്തെ ആള് വേറെ ആരുമല്ല, നാട്ടുകാരല്ല, അയൽവാസിയല്ല, മഹല്ലുകാരല്ല, ഉസ്താദന്മാരല്ല, നിന്റെ കൂടെ കടന്നവര് പറയണം, റബ്ബേ ഇവര് നല്ലവരാട് റബ്ബേ എന്ന് സാക്ഷി പറഞ്ഞാ നിനക്ക് സ്വർഗമുണ്ട്. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യമ തരണേ അല്ലാ, സ്വർഗവാസികളിൽ പെടുത്തണേ അല്ലാ. അതുകൊണ്ട്
അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക്, പടച്ചവനെ പേടിച്ച് ജീവിക്ക്, നന്മകൾ അധികമായിട്ട് ചെയ്യ് മോനെ. ചെറുപ്പക്കാരോട് പറയുന്നത് മോശമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്ക്. അള്ളാഹുവേ നല്ലവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്ക് മോനെ. എങ്കിലും നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അള്ളാഹുവേ രക്ഷപ്പെടുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹു. രക്ഷപ്പെടുന്നവരിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം ഒരുപാട് താമസിച്ചടോ ഇൻഷാ അല്ലാഹ്. അള്ളാഹുവേ ഇനി ആയുസ്സും ആരോഗ്യവും എന്നെങ്കിലും പടച്ചവൻ തരുവാണെങ്കിൽ, ഇവർ വഴുതിന് വിളിക്കുവാണെങ്കിൽ ഇതിൻ്റെ ബാക്കി എന്നെങ്കിലും പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. ആയുസ് ഉണ്ടെങ്കിൽ പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എനിക്ക് വഴുതു പറയാനൊന്നും അറിയില്ല. ഈ ഇരിക്കണ ഉസ്താദന്മാരൊക്കെ ഒരുപാട് കാലം അൽഹംദുലില്ലാ ദീൻ പഠിച്ചവരും ദീൻ പഠിപ്പിക്കുന്നവരുമാണ്. എനിക്ക് വലിയ പക്വതയോ അറിവൊന്നുമില്ല. എന്നെക്കാളും പ്രായമുള്ളവരാ നിങ്ങളിൽ അധികം പേരും. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ, എൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു പുറത്തേരുമാറാകട്ടെ.